ഇൻസൈറ്റ് JIBയുടെ ഇവർ ഓൺലൈൻ ബാങ്കിംഗ് ഗുരുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ടൈപ്സ് ഓഫ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് എക്സ്റ്റെൻഡഡ് ബൈ ബാങ്ക്സ് ടു കസ്റ്റമേഴ്സ്. പല രീതിയിലുള്ള ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ബാങ്ക് കസ്റ്റമർക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നോട് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഇത് ബേസിക്കലി രണ്ട് ടൈപ്പാണ്. ഒന്ന് ഫണ്ട് ബേസ്ഡും ഒന്ന് നോൺ ഫണ്ട് ബേസ്ഡും. ഫണ്ട് ബേസ്ഡ് എന്ന് പറയുമ്പോൾ ഫണ്ടിനെ ബേസ് ചെയ്തുള്ളത്, അതായത് ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട്സ്. ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് മറ്റുള്ളവർക്ക് ലോൺ കൊടുക്കുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഫണ്ട് ഔട്ട്ഫ്ലോയ്ക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതാണ് ഫണ്ട് ബേസ്ഡ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ക്യാഷ് ക്രെഡിറ്റ്, OD ഓവർ ഡ്രാഫ്റ്റ്, ടേം ലോണ്, ഡിമാൻഡ് ലോണ്, ബിൽ ഫൈനാൻസ് മുതലായവയാണ്. നോൺ ഫണ്ട് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ ഫണ്ട്സ് ആർ നോട്ട് ഡയറക്ട്ലി ഇൻവോൾവ്ഡ്. ഡയറക്ട്ലി ഫണ്ട്സ് ഇൻവോൾവ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഫണ്ട് ഔട്ട്ഫ്ലോ ഒന്നും ഉണ്ടാകുന്നില്ല ഉടനെ ഇമ്മീഡിയറ്റ് ആയിട്ട്. അതിന് എക്സാമ്പിൾ ബാങ്ക് ഗ്യാരണ്ടി, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, അക്സെപ്റ്റൻസ് ഫെസിലിറ്റി തുടങ്ങിയവയാണ്. സാധാരണയായിട്ട് മോസ്റ്റ് കോമൺ മെത്തേഡ് ഓഫ് സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ കസ്റ്റമർ സെഗ്മെന്റ് ആണ്. അത് ബേസിക്കലി രണ്ടായിട്ടാണ് ഉള്ളത്, റീറ്റെയിലും കൊമേഴ്സ്യലും. റീറ്റെയിൽ ലോൺസും കൊമേഴ്സ്യൽ ലോൺസും. റീറ്റെയിൽ ലോൺസ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതാണ്. ഓരോ കസ്റ്റമേഴ്സിനും കൊടുക്കുന്ന റീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നതാണ് റീറ്റെയിൽ ലോൺ എന്ന് പറയുന്നത്. സം ബാങ്ക്സ് ഇൻക്ലൂഡ് ഈവൻ ദ സ്മോൾ ബിസിനസ് എന്റർപ്രൈസസ് ഇൻ റീറ്റെയിൽ സെഗ്മെന്റ്. ചെറിയ ബിസിനസ് സെഗ്മെന്റ്സും റീറ്റെയിലിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് വെഹിക്കിൾ ലോണ്, ഹോം ലോണ്, എഡ്യൂക്കേഷൻ ലോൺ, ക്രെഡിറ്റ് കാർഡ്സ്, പേഴ്സണൽ ലോണ്, ലോൺ ഫോർ പർച്ചേസ് ഓഫ് കൺസ്യൂമർ ഡ്യൂറബിൾസ്, സ്മോൾ ബിസിനസ് ലോൺസ് എക്സെട്ര. അടുത്ത ടൈപ്പ് എന്ന് പറഞ്ഞാൽ കൊമേഴ്സ്യൽ ലോണാണ്. കമ്പാരിറ്റീവ്ലി ലാർജർ എമൗണ്ട്സ് ആൻഡ് റിക്വയർ മോർ പേഴ്സണൽ അറ്റൻഷൻ ഫോർ അസസ്മെന്റ് ആൻഡ് മോണിറ്ററിങ്. വലിയ തുകകൾ കൊടുക്കുന്നതും അതുപോലെ അസസ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും കുറച്ചുകൂടെ പേഴ്സണൽ അറ്റൻഷൻ കൂടുതലായിട്ട് വേണം. കുറച്ചുകൂടി tedious ആയിട്ടുള്ള, കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള പ്രോസസ്സിംഗ് ആണ് കൊമേഴ്സ്യൽ ലോൺസിന് വരുന്നത്. കൊമേഴ്സ്യൽ ലോൺസ് ആർ യൂഷ്വലി ക്ലാസിഫൈഡ് ഇൻ ടു ടേം ലോൺസ്. അത് തന്നെ രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ടേം ലോൺസ് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ ലോൺസ്. ടേം ലോൺസ് എന്ന് പറയുമ്പോൾ ഹാവിംഗ് എ ഫിക്സഡ് റീപേയ്മെന്റ് ഷെഡ്യൂൾ. വർക്കിംഗ് ലോൺസ് വിച്ച് ആർ പേയബിൾ ഓൺ ഡിമാൻഡ് ആൻഡ് ആർ ക്ലാസിഫൈഡ് ആസ് കറന്റ് അസറ്റ്സ് ഇൻ എ ബാങ്ക് ബാലൻസ് ഷീറ്റ്. ബാങ്ക് ബാലൻസ് ഷീറ്റിൽ കറന്റ് അസറ്റ് ആയിട്ടാണ് വർക്കിംഗ് ക്യാപിറ്റൽ ലോൺസ് വരുന്നത്. ഇത് നമുക്കതിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പോകാം. കൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിന്റെ കൺസെപ്റ്റ് എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ ഡിനോട്ട്സ് ദ റിക്വയർമെന്റ് ഓഫ് മണി ഫോർ ഡേ ടു ഡേ റിക്വയർമെന്റ്സ്. ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള പൈസ വേണ്ടി വരുന്ന ഇതിനെ ഉദ്ദേശിച്ചാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് വർക്ക് ചെയ്യാനുള്ള ക്യാപിറ്റൽ. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ്, സ്റ്റോഴ്സ് ആൻഡ് സ്പെയർസ്, പേയ്മെന്റ് ഓഫ് വേജസ് ടു എംപ്ലോയീസ്, payment of other expenses towards energy, fuel and water consumption, statutory dues, rates and taxes, carriage expenses, etc. കൂടാതെ other expenses required to be incurred in connection with the production, selling and administration. ഇതെല്ലാം കൂടെ വരുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇതിൽ നിന്നാണ് വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് പോകുന്നത്. അപ്പൊ ഈ വർക്കിംഗ് ക്യാപിറ്റലിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്താണെന്ന് കൂടി അറിയേണ്ടി വരും. An operating cycle refers to the time it takes a company to buy goods, sell them and receive cash from the sale of said goods. അതാണ് ഒരു ഓപ്പറേറ്റിംഗ് സൈക്കിൾ. അതായത് സാധനങ്ങൾ വാങ്ങിച്ച് അതിൽ നിന്ന് തുടങ്ങി അത് പ്രോസസ് ചെയ്യുക, അല്ലെങ്കിൽ അത് സെല്ല് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അതിന്റെ ക്യാഷ് തിരിച്ചു കിട്ടുന്നത്. അതായത് ഒരു കസ്റ്റമറെ സംബന്ധിച്ചോളം അയാളുടെ കയ്യിൽ നിന്ന് ക്യാഷ് ചെലവായി തുടങ്ങിയാൽ, അതായത് സാധനം വാങ്ങിക്കുക, വിൽക്കുക, പിന്നെ അത് തിരിച്ചു വരുന്നവരെയുള്ള ആ ഒരു സൈക്കിൾ ഉണ്ട്. അതാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. In other words, it denotes the time taken for a company to turn its inventories into cash. അതിന്റെ ഇൻവെന്ററീസ് ക്യാഷ് ആയിട്ട് കൺവെർട്ട് ചെയ്യുന്നതിനും വരെയുള്ള സമയത്തിനാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് സൈക്കിൾ ജനറലി ഡിഫേഴ്സ് ഫ്രം ഇൻഡസ്ട്രി ടു ഇൻഡസ്ട്രി. അത് ഇൻഡസ്ട്രിയുടെ വലിപ്പം അനുസരിച്ച്, ചെറുപ്പം അനുസരിച്ച് ഓപ്പറേറ്റിംഗ് സൈക്കിൾ മാറിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് വർക്കിംഗ് ക്യാപിറ്റൽ ഓൾസോ വേരീസ്. ചിലത് പെട്ടെന്ന് നമുക്ക് റിയലൈസ് ചെയ്ത് ഇൻവെന്ററീസ് പെട്ടെന്ന് ക്യാഷ് ആയിട്ട് റിയലൈസ് ചെയ്യാനൊക്കും. ചിലതിന് അതിന്റെ ആ നേച്ചർ ഓഫ് ബിസിനസ് കൊണ്ട് തന്നെ കുറെ ടൈം കൺസ്യൂമിങ് ആയിരിക്കും. അങ്ങനെ വരുന്ന കേസിൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലായിട്ട് വേണ്ടി വരും. പെട്ടെന്ന് ക്യാഷ് റിയലൈസ് ചെയ്യുന്ന കേസിൽ വർക്കിംഗ് ക്യാപിറ്റൽ കുറച്ചു മതി. അതുകൊണ്ട് തന്നെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഇൻഡസ്ട്രി ടു ഇൻഡസ്ട്രി വേരി ചെയ്യും.
വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഇറ്റ് ഈസ് എ ഫ്ലക്ച്വേറ്റിംഗ് നേച്ചർ. അത് എപ്പോഴും ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. റിഫ്ലക്റ്റഡ് ഇൻ ദ ചേഞ്ചിങ് ലെവൽസ് ഓഫ് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ്. ക്യാഷ് ബാലൻസും ബാങ്ക് ബാലൻസിലെ മാറ്റങ്ങൾ അനുസരിച്ച് വർക്കിംഗ് ക്യാപിറ്റലിന്റെ ആവശ്യവും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ദർ ആർ ടു കൺസെപ്റ്റ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിനെ സംബന്ധിച്ചുള്ള രണ്ട് കൺസെപ്റ്റ് ആണുള്ളത്. ഒന്ന് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും ഒന്ന് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ വർക്കിംഗ് ഫണ്ട് റിക്വയർമെന്റ്സ് വിച്ച് ഈസ് ഫണ്ടഡ് ബൈ ദ ബോറോവേഴ്സ് മാർജിൻ പ്ലസ് സൺട്രി ക്രെഡിറ്റേഴ്സ് ആൻഡ് അതർ കറന്റ് ലയബിലിറ്റീസ് പ്ലസ് ബാങ്ക് ഫൈനാൻസ്. അതാണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് ബോറോവർ കൊണ്ടുവരേണ്ട മാർജിന്, പിന്നെ ബാങ്ക് കൊടുക്കുന്ന ഫൈനാൻസ്, പിന്നെ സൺട്രി ക്രെഡിറ്റേഴ്സ്, പിന്നെ മറ്റ് കറന്റ് ലയബിലിറ്റീസ് ആയിട്ടുള്ളത്, ഇതെല്ലാം കൂടി ചേരുന്നതാണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇതിന്റെ തന്നെ വേറൊരു കൺസെപ്റ്റ് ആണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എക്സസ് ഓഫ് ടോട്ടൽ കറന്റ് അസറ്റ്സ് ഓവർ ടോട്ടൽ കറന്റ് ലയബിലിറ്റീസ്. അതായത് കറന്റ് അസറ്റ്സ് മൈനസ് കറന്റ് ലയബിലിറ്റി, അതാണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓർ ദാറ്റ് പോർഷൻ ഓഫ് എ ഫേംസ് കറന്റ് അസറ്റ് ദാറ്റ് ഈസ് ഫണ്ടഡ് ബൈ ദ ലോങ് ടേം ഫണ്ട്. ലോങ് ടേം ഫണ്ട് ആയിരിക്കും സാധാരണ ഇതിന് ഉപയോഗിക്കുന്നത്. ലോങ് ടേം ഫണ്ട് എന്ന് പറഞ്ഞാൽ ഓൺ ഫണ്ട്സ് ഓഫ് ദ എന്റർപ്രൈസസ്, ദാറ്റ് ഈസ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, റിസർവ്സ് ഇൻക്ലൂഡിംഗ് ദ കറന്റ് ഇയേഴ്സ് പ്രോഫിറ്റ്, ടേം ലോൺസ് ഫ്രം ബാങ്ക്സ് ആൻഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ഡിബെഞ്ചേഴ്സ് എക്സെട്ര. ഇതാണ് ലോങ് ടേം ഫണ്ട് എന്ന് പറയുന്നത്, ലോങ് ടേം റിസോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ രണ്ട് രീതിയിലുണ്ട്, ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇനി ഒരു വർക്കിംഗ് ക്യാപിറ്റലിന്റെ ആവശ്യം, അഡീക്വസി. വർക്കിംഗ് ക്യാപിറ്റൽ ഷുഡ് നെയ്തർ ബി എക്സസീവ് നോർ ഇൻഅഡീക്വേറ്റ്. വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലായാലും പ്രശ്നമാണ്, കുറഞ്ഞു പോയാലും പ്രശ്നമാണ്. ബോത്ത് സിറ്റുവേഷൻസ് ആർ റിസ്കി, രണ്ടും റിസ്കിയാണ്. അത്യാവശ്യം വേണ്ടുന്ന വർക്കിംഗ് ക്യാപിറ്റൽ മാക്സിമം വേണ്ടുന്ന വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ. ഇത് കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും റിസ്ക് ആണ്. എക്സസീവ് വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ദ ഫേം വിൽ ബി ഹാവിങ് ഐഡിൽ ഫണ്ട്സ്. ഉപയോഗിക്കാത്ത ഫണ്ട് എപ്പോഴും ഫേമിൽ ഉണ്ടായിരിക്കും, വിച്ച് ഏൺ നോ പ്രോഫിറ്റ്സ് ഫോർ ദം. അത് കമ്പനിക്ക് യാതൊരു പ്രോഫിറ്റ് ഉണ്ടാക്കില്ല. പക്ഷെ ബാങ്കിൽ നിന്നൊക്കെ ഡ്രോ ചെയ്താണെന്നുണ്ടെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും, അതുകൊണ്ട് അത് നഷ്ടമാണ്. ഇൻഡിക്കേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആണെന്നുണ്ടെങ്കിൽ ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ ഒക്കെയല്ല. മീൻസ് ദ ഫേം ഡസ് നോട്ട് ഹാവ് സഫിഷ്യന്റ് ഫണ്ട്സ് ഫോർ റണ്ണിങ് ഇറ്റ്സ് ഓപ്പറേഷൻസ്, which ultimately results in production interruptions leading to reduced profitability and may even lead to losses. അത്യാവശ്യത്തിനുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫങ്ഷൻ ചെയ്തുകൊണ്ട് പോകാൻ ഒക്കത്തില്ല, പ്രോസസ്സിംഗ് ഒന്നും നടക്കുകയില്ല, അത്യാവശ്യം പ്രൊഡക്ഷൻ ഉണ്ടാവുകയില്ല, ഇതിനിടയിൽ കുറെ താമസങ്ങൾ വരും. അങ്ങനെ ആകുമ്പോഴത്തേക്ക് പ്രോഫിറ്റബിലിറ്റി കുറയും, ചിലപ്പം നഷ്ടം തന്നെ ഉണ്ടാകും. അതുകൊണ്ട് ഹയർ ലെവൽസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസ് ദ റിസ്ക് ആൻഡ് ഓൾസോ ഡിക്രീസസ് ദ പ്രോഫിറ്റബിലിറ്റി. അപ്പൊ ഹയർ ലെവൽ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെന്നുണ്ടെങ്കിൽ റിസ്ക് കുറവാണ്, പക്ഷെ അത് പ്രോഫിറ്റബിലിറ്റിയും കുറയ്ക്കും. അതുപോലെ ലോവർ ലെവൽ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസസ് ദ റിസ്ക്. പെട്ടെന്ന് പൈസയുടെ ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ റിസ്ക് കൂടും. ഹാവ് ദ പൊട്ടൻഷ്യാലിറ്റി ഓഫ് ഇൻക്രീസിങ് ദ പ്രോഫിറ്റബിലിറ്റി ഓൾസോ. അപ്പൊ ലോവർ ലെവലില് ക്യാപിറ്റൽ increase the risk but have the potentiality of increasing the profitability. പക്ഷെ റിസ്ക് കൂടുന്നതനുസരിച്ച് പ്രോഫിറ്റും കൂടാൻ ചാൻസ് ഉണ്ട്. ഹയർ ലെവൽ ആണെന്നുണ്ടെങ്കിൽ റിസ്ക് കുറയും, അതുപോലെ പ്രോഫിറ്റബിലിറ്റി കുറയും. അതായത് ദ പ്രിൻസിപ്പൽ ബിഹൈൻഡ് ദിസ് ഈസ് ഹയർ ദ റിസ്ക് ഹയർ ഇസ് ദ പ്രോഫിറ്റബിലിറ്റി, വൈൽ ലോവർ ദ റിസ്ക് ലോവർ ദ പ്രോഫിറ്റബിലിറ്റി. സാധാരണ പറയുന്ന എല്ലാ ബിസിനസ്സിലും പറയുന്നതാണ് ഹയർ ദ റിസ്ക് ഹയർ ദ പ്രോഫിറ്റബിലിറ്റി. ഈ ഷെയർ മാർക്കറ്റിൽ പോയാലും ഹയർ ദ റിസ്ക് ഹയർ ദ പ്രോഫിറ്റബിലിറ്റി, വൈൽ ലോവർ ദ റിസ്ക് ലോവർ ദ പ്രോഫിറ്റബിലിറ്റി. കറന്റ് അസറ്റ്സ് ആർ ലെസ് പ്രോഫിറ്റബിൾ ദാൻ ഫിക്സഡ് അസറ്റ്സ്. ഫിക്സഡ് അസറ്റ്സിനെക്കാളും എപ്പോഴും കറന്റ് അസറ്റ്സ് ആയിരിക്കും പ്രോഫിറ്റ് കുറവുണ്ടാക്കുന്നത്. ഷോർട്ട് ടേം ഫണ്ട്സ് ആർ ലെസ് എക്സ്പെൻസീവ് ദാൻ ലോങ് ടേം ഫണ്ട്സ്. ലോങ് ടേം ഫണ്ട്സ് ആയിരിക്കും എക്സ്പെൻസീവ് ആയിട്ടുള്ള. ഷോർട്ട് ടേം ഫണ്ട്സിന് സാധാരണ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കുറവായിരിക്കും, ലോങ് ടേം ഫണ്ട്സിനായിരിക്കും ഇൻട്രസ്റ്റ് കൂടുതൽ വരുന്നത്. ഇനി ഇത് രണ്ട് രീതിയിലുണ്ട്, ഫണ്ട് ബേസ്ഡ് ഫെസിലിറ്റീസും നോൺ ഫണ്ട് ബേസ്ഡ് ഫെസിലിറ്റീസും. Banks extend finance for meeting working capital needs in the form of cash credit, overdraft facility and bill finance. Bill finance is extended in the form of bill purchase, bill discounting, advance against bills for collection. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളിലേക്കാണ് ബിൽ ഫൈനാൻസ് എന്ന് പറയുന്നത്. അപ്പം ക്യാഷ് ക്രെഡിറ്റ്, ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി, ബിൽ ഫൈനാൻസ്, ഇതാണ് ഫണ്ട് ബേസ്ഡ് ഫെസിലിറ്റീസിൽ മെയിൻ ആയിട്ട് വരുന്നത്. നോൺ ഫണ്ട് ബേസ്ഡ് ഫെസിലിറ്റീസ് വരുന്നത് നേരത്തെ നമ്മൾ സംസാരിച്ചു, ബാങ്ക് ഗ്യാരണ്ടി, ലെറ്റേഴ്സ് ഓഫ് ക്രെഡിറ്റ്,
and also serve the purpose of meeting working capital needs, enabling the borrower to get credit facility from the supplier or advance funding from the buyer. അതാണ് നോൺ ഫണ്ട് ബേസ്ഡ് ഫെസിലിറ്റീസ്. ഇനി ലോങ് ടേം ഫണ്ട്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ബിസിനസ് എന്റർപ്രൈസസ് നീഡ് ലോങ് ടേം ഫണ്ട്സ് ഓൾസോ ഫോർ മീറ്റിംഗ് ഫിനാൻസിങ് അസറ്റ്സ് ഓഫ് ലോങ് ടേം നേച്ചർ. ലോങ് ടേം നേച്ചറിലുള്ള അസറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ലോങ് ടേം ഫണ്ട്സിന്റെ ആവശ്യമുള്ളത്. ദീസ് ഇൻക്ലൂഡ് ഫിക്സഡ് അസറ്റ് ലൈക്ക് ദോസ് ഫോർ പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ്, premises for production, plants and offices, furniture and fixtures, equipment and vehicles മുതലായവ. അതായത് ഫിക്സഡ് അസറ്റ് വാങ്ങിക്കാനുള്ളത്, അതായത് പ്രൊഡക്ഷന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഫിക്സഡ് അസറ്റ്സ്, പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള പ്രെമിസസ്, അതിന്റെ പ്ലാൻസ്, പ്രൊഡക്ഷൻ പ്ലാൻസ് വാങ്ങിക്കാനുള്ളത്, ഓഫീസസ് നിർമ്മിക്കാനുള്ളത്, ഫർണിച്ചർ, ഫിക്സ്റ്റേഴ്സ്, എക്യുപ്മെന്റ്സ്, വെഹിക്കിൾസ്, ഇതെല്ലാം വാങ്ങിക്കാൻ വേണ്ടിയുള്ള ഫണ്ട്. ഇതാണ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. Certain funds are also blocked for long term in the nature of deposits for utility services. കുറച്ചു തുക യൂട്ടിലിറ്റി സർവീസസിന്റെ ഡിപ്പോസിറ്റ് ആയിട്ട് ബ്ലോക്ക് ആയി ഇരിക്കാനും ചാൻസ് ഉണ്ട്. ദ പ്രൈമറി സോഴ്സ് ഫോർ ദീസ് ലോങ് ടേം യൂസസ് ഈസ് ദ ക്യാപിറ്റൽ. ഇതിനു വേണ്ടി ആണ് ക്യാപിറ്റൽ ഉപയോഗിക്കുന്നത്. For high investment enterprises, the long-term funding could also extend up to 15 to 20 years. High investment enterprise ആണെന്നുണ്ടെങ്കിൽ അവരുടെ ലോങ് ടേം ഫണ്ടിന്റെ പീരീഡ് 15 മുതൽ 20 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്തു പോകും. ടേം ലോൺസ് ആർ ലോൺസ് വിച്ച് ആർ പേബിൾ ഓവർ എ പീരീഡ് ഓഫ് മോർ ദാൻ 1 year. ഒരു വർഷത്തിൽ കൂടുതൽ പീരീഡ് കിട്ടുന്ന ലോൺസിനാണ് സാധാരണ ടേം ലോൺസ് എന്ന് പറയുന്നത്. ജനറലി അപ് ടു 10 years. These are availed for acquisition of fixed assets. അതായത് ലാൻഡ്, ഫാക്ടറി, ഓഫീസ് ബിൽഡിംഗ്, വെയർ ഹൗസസ്, മെഷീനറി, ഇങ്ങനെയുള്ള ഫിക്സഡ് അസറ്റ്സിന് വേണ്ടിയാണ് സാധാരണ ഈ ടേം ലോൺസ് ഉപയോഗിക്കുന്നത്. വിച്ച് ആർ റീപെയ്ഡ് ഇൻ ഇൻസ്റ്റാൾമെന്റ്സ് ഔട്ട് ഓഫ് ദ പ്രോഫിറ്റ് സെയിൽ. അതായത് ബിസിനസ് നടന്ന് പ്രോഫിറ്റ്സ് ഉണ്ടാക്കി ആ പ്രോഫിറ്റിൽ നിന്നാണ് ഇത് തിരിച്ച് അടയ്ക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ടേം ലോൺ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ ഫെസിലിറ്റി. ടേം ലോൺ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, വർക്കിംഗ് ക്യാപിറ്റൽ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ടേം ലോൺ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസ് ലൈസ് ഇൻ ദ പർപ്പസ് ഓഫ് ദ ഫിനാൻസ്. അതായത് ഫിക്സഡ് അസറ്റ്സിന് വേണ്ടിയാണോ അതോ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലാണോ? ഫിക്സഡ് അസറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അത് ടേം ലോൺ, ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ അത് വർക്കിംഗ് ക്യാപിറ്റൽ ഫെസിലിറ്റീസ്. ഇനി അടുത്തൊരു വ്യത്യാസമാണ് ടേം ലോൺസ് ആർ യൂഷ്വലി ഓഫ് മീഡിയം ഓർ ലോങ് ടേം ഡ്യൂറേഷൻ. ടേം ലോൺ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ മീഡിയം ടേം ഡ്യൂറേഷൻ ആയിരിക്കും അല്ലെങ്കിൽ ലോങ് ടേം ഡ്യൂറേഷൻ ആയിരിക്കും. ആൻഡ് റീപേബിൾ ഇൻ മന്ത്ലി, ക്വാർട്ടർലി ഓർ ഹാഫ് ഇയർലി ഇൻസ്റ്റാൾമെന്റ്സ് ഓവർ ആൻ എഗ്രീഡ് പീരീഡ് ഓഫ് ടൈം. ഒരു എഗ്രി ചെയ്തിരിക്കുന്ന പീരീഡ് ഉണ്ടായിരിക്കും. ആ പീരീഡിൽ മന്ത്ലി ആയിട്ടോ ക്വാർട്ടർലി ആയിട്ടോ ഹാഫ് ഇയർലി ആയിട്ടോ ഉള്ള ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് തിരിച്ചടയ്ക്കുന്നതായിരിക്കും. എന്നാൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വർഷത്തേക്കാണ് ഇത് കൊടുക്കുന്നത്. പക്ഷെ ഒരു വർഷം കഴിയുമ്പോൾ ഇത് റിന്യൂഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ വാലിഡിറ്റി പീരീഡ്. ഒരു വർഷം കഴിയുമ്പോൾ രണ്ടാമത് പിന്നെ ബേസ്ഡ് അപ്പോൺ ദ റിക്വയർമെന്റ്സ് ആൻഡ് ദ ബിസിനസ് ഗ്രോത്ത് അത് റിന്യൂ ചെയ്തോളും. ഇനി അടുത്തൊരു വ്യത്യാസം പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസ് ഈസ് റീപേബിൾ ഓൺ ഡിമാൻഡ്. വർക്കിംഗ് ക്യാപിറ്റൽ എപ്പോഴും ഡിമാൻഡ്, ഓൺ ഡിമാൻഡിൽ റീപേ ചെയ്യണം. ആൻഡ് ഈസ് അവൈൽഡ് ആസ് എ റണ്ണിങ് അക്കൗണ്ട്. ഇതൊരു റണ്ണിങ് അക്കൗണ്ട് ആയിരിക്കും. റണ്ണിങ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ്, ഡെബിറ്റ്, അതായത് ഡിപ്പോസിറ്റ് ചെയ്യാം, വിഡ്രോ ചെയ്യാം, ഡിപ്പോസിറ്റ് ചെയ്യാം, വിഡ്രോ ചെയ്യും. അതാണ് ക്രെഡിറ്റും ഡെബിറ്റും വന്നുകൊണ്ടിരിക്കും അക്കൗണ്ടിലേക്ക്. അതാണ് ഒരു റണ്ണിങ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇത് റീപേബിൾ ഓൺ ഡിമാൻഡ് ആണ്. സാധാരണ 1 ഇയറിലേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ 1 ഇയർ കഴിയുമ്പോൾ ഓൺ ഡിമാൻഡ് അല്ലെങ്കിൽ എപ്പോൾ ഡിമാൻഡ് ചെയ്താലും തിരിച്ചടയ്ക്കണം എന്നുള്ളതാണ് കണ്ടീഷൻ, വിത്ത് ഫ്രീക്വന്റ് ഡ്രോയിങ്സ് ആൻഡ് ക്രെഡിറ്റ്സ് ഇൻ ഇറ്റ്. വേറെ ടേം ലോൺ എന്ന് പറഞ്ഞാൽ ഡിസ്ബേസ്ഡ് വൺസ് ഓർ ഫ്യൂ ട്രാഞ്ചസ്, ഒരുമിച്ചോ അല്ലെങ്കിൽ പലവട്ടമായിട്ടോ ഓവർ എ ഫിക്സഡ് പീരീഡ് ഓഫ് ടൈം ഡ്യൂറിങ് പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ സ്റ്റേജ്. ഈ പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ, ഈ പ്രൊജക്ട് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ലോങ് ടേം ലോൺസ് ഒക്കെ വാങ്ങിക്കുന്നത്. അത് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഒന്നായിട്ടോ അല്ലെങ്കിൽ പലവട്ടമായിട്ടോ ഡിസ്പേഴ്സ് ചെയ്തു കൊടുക്കും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ദ ടേം ലോൺ എസെൻഷ്യലി ഗെറ്റ്സ് റീപെയ്ഡ് വിത്തിൻ ദ അമോർട്ടൈസേഷൻ പീരീഡ്. അതായത് ടേം ലോൺ സാധാരണ അമോർട്ടൈസേഷൻ പീരീഡിൽ റീപേ ചെയ്തിരിക്കും. എന്നാൽ വർക്കിംഗ് ക്യാപിറ്റൽ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ആയതുകൊണ്ട് തന്നെ അതൊരു പെർമനന്റ് നേച്ചറാണ്. as much as that it continues as long term as the unit is in operation. ഈ യൂണിറ്റ് എത്ര നാൾ ഓപ്പറേഷൻ ഉണ്ടോ അത്രയും നാളത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ വർഷം തോറും ഇതിങ്ങനെ പുതുക്കി 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 കൊണ്ടിരിക്കും. അതുകൊണ്ടൊരു ലോങ് ടേം നേച്ചറിലുള്ള ഒന്നായിരിക്കും. ഇനി
Features of cash credit and overdraft facilities. Cash credit overdraft facilities arrangements by which a banker allows the borrower to borrow money up to the sanction limit. ഇതിനൊരു സാങ്ഷൻ ലിമിറ്റ് ഉണ്ടായിരിക്കും. ക്യാഷ് ക്രെഡിറ്റ് ആയാലും ഓഡി ഫെസിലിറ്റി ആണെങ്കിലും ആദ്യമായിട്ടൊരു ലിമിറ്റ് സാങ്ഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ലിമിറ്റ് വരെ ബോറോവറെ അത് വിഡ്രോ ചെയ്യാൻ അനുവദിക്കും. CCF ക്യാഷ് ക്രെഡിറ്റ് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ സാധാരണ ഉള്ള പ്രിവാലന്റ് മോഡ് ഓഫ് ലെൻഡിങ് ആണ് ഫോർ വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയുള്ള പ്രിവാലന്റ് മോഡാണ്. ഫോർ റെഗുലർ സോഴ്സ് ഓഫ് ഫണ്ടിങ്, റെഗുലർ സോഴ്സ് ആയിട്ട് ഇതിങ്ങനെ ഫണ്ട് ചെയ്യും. ബട്ട് OD അക്കൗണ്ട് പ്രിഫേർഡ് വെയർ ഫണ്ട് ഈസ് റിക്വയർഡ് ഇന്റർമിറ്റന്റ് ഓൺലി. CC ഉപയോഗിക്കുന്നത് റെഗുലർ ആയിട്ട് സോഴ്സ് ഓഫ് ഫണ്ടിങ്. പക്ഷെ OD എന്ന് പറഞ്ഞാൽ എപ്പോൾ നമുക്ക് ആവശ്യം വരുന്നു അന്നേരം മാത്രമേ അത് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അത് നമ്മൾ OD നമ്മൾ സാങ്ഷൻ ആയിട്ടിടും. ബോത്ത് ദ ഫെസിലിറ്റീസ് ആർ സിമിലർ. രണ്ടും ഒരുപോലെ തന്നെ ഉള്ളൂ. കസ്റ്റമർക്ക് ആവശ്യം വരുമ്പോൾ ഫണ്ട് എടുക്കുക. ദ ഓൺലി ഡിഫറൻസ് ഈസ് ഇൻ ദ നേച്ചർ ഓഫ് ബാലൻസ്. അതിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതിന്റെ ബാലൻസിലുള്ള നേച്ചർ ആയിരിക്കും. എപ്പോഴും ഒരു ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം. അതായത് ബാങ്കിൽ നിന്ന് എപ്പോഴും ഡ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. പക്ഷെ ഒരു OD ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ അതൊരു സാധാരണ ഒരു കറണ്ട് അക്കൗണ്ട് ആണ്. ആ കറണ്ട് അക്കൗണ്ടിൽ നിന്ന് എപ്പം നമ്മൾ ആവശ്യം വരുന്നു അപ്പോൾ സാങ്ഷൻ ആക്കിയിട്ടിരിക്കുന്ന ഏത് ലിമിറ്റ് വരെയാണ് ആ ഒരു ലിമിറ്റ് വരെ നമുക്ക് ഒരു ബോറോയിങ് ഫെസിലിറ്റി ഉണ്ടായിരുന്നു. അതായത് അതിന്റെ പൊസിഷനിന്റെ റിവേഴ്സ് പൊസിഷനാണ്. ഈ ഫെസിലിറ്റീസിൽ കസ്റ്റമർ നീഡ് ടു ബോറോ ഇൻ ട്യൂൺ വിത്ത് ദിസ് റിക്വയർമെന്റ്സ്. കസ്റ്റമറുടെ ആവശ്യത്തിനനുസരിച്ച് ബോറോ ചെയ്യാം, വിച്ച് റിഡ്യൂസസ് ദ കോസ്റ്റ് ഓഫ് ബോറോയിങ് ആസ് ദ ഇൻട്രസ്റ്റ് ഈസ് ചാർജ്ഡ് ഓൺ ദ ആക്ച്വൽ എമൗണ്ട് ഡ്രോൺ ഓൺ ഡേ ടു ഡേ ബേസ്. നമ്മൾ വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിനനുസരിച്ചാണ്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എമൗണ്ടിനനുസരിച്ചാണ് ഇൻട്രസ്റ്റ് വരുന്നത്. അതായത് 5 ലക്ഷത്തിന്റെ ഒരു ലോൺ സാങ്ഷൻ ആക്കി ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 1 ലക്ഷം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 1 ലക്ഷത്തിന്റെ ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി, അല്ലാതെ 5 ലക്ഷത്തിന്റെയും ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി ഡ്രോയിങ്സ് ആർ ലിങ്ക് ടു ദ ഡ്രോയിങ് പവർ. ആദ്യമേ പറഞ്ഞു നമ്മളൊരു ഡ്രോയിങ് പവർ നമുക്ക് നിശ്ചയിച്ചിട്ടുണ്ട്, അതിനെ ബേസ് ചെയ്തായിരിക്കും ഡ്രോയിങ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഈ ഡ്രോയിങ് പവർ ഈസ് ഡിറ്റർമൈൻഡ് ഫ്രം ദ മാർക്കറ്റ് വാല്യൂ ഓഫ് കറന്റ് അസറ്റ്സ് ലെസ് മാർജിൻ. കറണ്ട് അസറ്റ്സിന്റെ മാർക്കറ്റ് വാല്യൂവിനനുസരിച്ച്, അപ്പൊ മാർക്കറ്റ് വാല്യൂ കൂടുകയും കുറയുകയും ചെയ്യുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഡ്രോയിങ് പവർ കൂടുകയോ കുറയുകയോ ചെയ്യാം. ദ വാല്യൂ ഓഫ് കറണ്ട് അസറ്റ്സ് യൂഷ്വലി കംപ്രൈസസ് ഓഫ് ദ വാല്യൂ ഓഫ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ്. അപ്പം കറണ്ട് അസറ്റ്സിന്റെ ആ വാല്യൂ കണക്കൂട്ടുന്നത് വാല്യൂ ഓഫ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ്, വർക്ക് ഇൻ പ്രോസസ്, ഫിനിഷ്ഡ് ഗുഡ് ആൻഡ് സംടൈംസ് റിസീവബിൾസ്. സ്റ്റോക്ക് റോ മെറ്റീരിയൽസിന്റെ സ്റ്റോക്ക്, പിന്നെ വർക്ക് ഇൻ പ്രോസസ്, പിന്നെ ഫിനിഷ്ഡ് ഗുഡ്. ഇത് മൂന്നും കൂടെ കൂട്ടിയിട്ട് ചിലപ്പോഴും തിരിച്ചു കിട്ടാനുള്ള കുറെ കാശുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ചില കേസുകളിൽ കൂട്ടാം. എന്നിട്ട് ഇതിനൊരു മാർജിൻ ഇട്ടും ആ മാർജിന് കൂടെ കുറച്ചിട്ടിട്ടുള്ള ബാക്കിയുള്ള തുകയാണ് ഈ ഡ്രോയിങ് പവർ എന്ന് പറയുന്നത്. ക്യാഷ് ക്രെഡിറ്റ് അല്ലെങ്കിൽ ഓവർഡ്രാഫ്റ്റ് ഈസ് എ കോൺട്രാക്ട് ഓഫ് ലെൻഡിങ് വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഓർ ഇംപ്ലൈഡ്. അത് എക്സ്പ്രസ്ഡ് ആയിരിക്കാം അല്ലെങ്കിൽ ഇംപ്ലൈഡ് ആയിരിക്കാം. ആ ബിസിനസിന്റെ നേച്ചർ കൊണ്ട് തന്നെ ഇംപ്ലൈഡ് ആയിട്ട് വരാം. അല്ലെങ്കിൽ എക്സ്പ്രസ്ഡ് എന്ന് പറഞ്ഞാൽ സാങ്ഷൻ ആക്കി ഇട്ടിരിക്കും. ഇംപ്ലൈഡ് എന്ന് പറഞ്ഞാൽ ആ ആക്ഷൻ കൊണ്ട് സംഭവിക്കുന്ന ബിറ്റ്വീൻ ബാങ്ക് ആൻഡ് ഇറ്റ്സ് ബോറോവർ, ബാങ്കും ബോറോവറും തമ്മിലുള്ള ട്രാൻസാക്ഷന്റെ ഇടയ്ക്ക് സംഭവിക്കുന്ന ചില ആക്ഷൻസ് കൊണ്ട് അത് ഇംപ്ലൈഡ് ആയിട്ട് ചിലപ്പോൾ ഒരു ഓവർഡ്രാഫ്റ്റ് വന്നു പോകാം. ഇഫ് എ കസ്റ്റമർ ഓവർഡ്രാഫ്റ്റ്സ് ഹിസ് അക്കൗണ്ട് ഈവൻ വിത്തൗട്ട് എനി കോൺട്രാക്ട്, ഒരു കോൺട്രാക്റ്റും ഇല്ലാതെ ഇപ്പോൾ ഒരു അക്കൗണ്ട് ഓവർഡ്രാഫ്റ്റ് ആയിപ്പോയി, ബാങ്ക് ഈസ് എലിജിബിൾ ഫോർ ഡിമാൻഡിങ് റീപേയ്മെന്റ് ഓഫ് ദ മണി ഓവർഡ്രോൺ വിത്ത് ഇൻട്രസ്റ്റ്. ബാങ്ക് ആ പൈസ തിരിച്ചു വാങ്ങിക്കാം, ഇൻട്രസ്റ്റ് സഹിതം തിരിച്ചു വാങ്ങിക്കുന്നതിന് ബാങ്കിന് എലിജിബിലിറ്റി ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കോർട്ട് കേസസ് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബാങ്ക് നോട്ട് ടെർമിനേറ്റ് ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി വിത്തൗട്ട് നോട്ടീസ്. ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഉണ്ട്. അപ്പൊ ബാങ്കിന്റെ സൗകര്യത്തിനനുസരിച്ച് ഒരു ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്ന, എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കസ്റ്റമർ ബാങ്കിന്റെ സൗകര്യത്തിനനുസരിച്ച് ഓൾ ഓൺ എ ഫൈൻ മോർണിംഗ് ദേ കനോട്ട് നോട്ട് ഡിനൈ ഇറ്റ്. പക്ഷെ സഫീഷ്യന്റ് ആയിട്ടുള്ള നോട്ടീസ് കൊടുത്തതിന് ശേഷം അവർക്ക് എന്തെങ്കിലും ചെയ്യാം. ഇനി റൂൾ ഇൻ ക്ലെയ്റ്റൺസ് കേസ്, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കേസാണിത്, ക്ലെയ്റ്റൺസ് കേസ് എന്ന് പറയുന്നത്. അതായത് ഇൻ എ റണ്ണിംഗ് അക്കൗണ്ട് വേർ ദർ ഇസ് എ കണ്ടിന്യൂസ് സീരീസ് ഓഫ് ട്രാൻസാക്ഷൻസ്, പേയ്മെന്റ്സ് ആർ presumed to have been appropriate towards the earliest debts in the account. This is often summarized as first in first out, FIFO. അതായത് ഒരു കസ്റ്റമറുടെ അക്കൗണ്ടിൽ നിന്ന്, OD അക്കൗണ്ട് അല്ലെന്നുണ്ടെങ്കിൽ CC അക്കൗണ്ടിൽ നിന്ന് ആദ്യം ഇത് പല ദിവസങ്ങളായിട്ട് വിഡ്രോ ചെയ്യും. 1-ാം തീയതി കുറെ തുക വിഡ്രോ ചെയ്തു, 2-ാം തീയതി വിഡ്രോ ചെയ്തു, 3-ാം തീയതി വിഡ്രോ ചെയ്തു, 4-ാം തീയതി വിഡ്രോ ചെയ്തു. അപ്പൊ 5-ാം തീയതി കൊണ്ടുപോയി ഒരു തുക അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏതിലേക്ക് അപ്രോപ്രിയേറ്റ് ചെയ്യും? 1-ാമത്തേലേക്ക് അപ്രോപ്രിയേറ്റ് ചെയ്യോ, 2-ലേക്ക് അപ്രോപ്രിയേറ്റ് ചെയ്യോ, 3-ലേക്ക് അപ്രോപ്രിയേറ്റ് ചെയ്യോ എന്നുള്ളതാണ്. സാധാരണ ഇത് ക്ലെയ്റ്റൺ റൂൾ അനുസരിച്ച് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, അതായത് 5-ാം തീയതി അടയ്ക്കുന്ന തുക ഈ 1-ാം തീയതി വിഡ്രോ ചെയ്തതിലേക്കാണ് അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത്. ഇത് 3 സെക്ഷന്റെ അനുസരിച്ച്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ 3 സെക്ഷൻ അനുസരിച്ചാണ് ഇത് പോയിരിക്കുന്നത്. 59, 60 ആൻഡ് 61
of the Indian Contract Act lay down the guidelines for the appropriation of payment. ഈ പേയ്മെന്റ് എങ്ങനെ അപ്രോപ്രിയേറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഗൈഡ്ലൈൻസ് അതിൽ കൊടുത്തിട്ടുണ്ട്. സെക്ഷൻ 59 മീൻസ് ഇഫ് എ ഡെപ്റ്റർ മേക്കിംഗ് എ പേയ്മെന്റ് ടു എ ക്രെഡിറ്റർ ടു ഹൂം സെവറൽ ഡെപ്റ്റ്സ് ആർ ഓഡ്. നേരത്തെ പറഞ്ഞ പോലെ പല ഡെപ്റ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഫ് the debtor expressly indicates the debt to which the payment is to be applied. ക്ലിയർ ആയിട്ട് പറയാണ് ഞാൻ ഈ തരുന്ന പൈസ ഇന്ന വിഡ്രോവലിലേക്കാണ് അപ്രോപ്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ the payment must be applied accordingly. The debtor has the primary right to appropriate the payment. അവിടെ ക്ലേറ്റൺസ് റൂള് ആപ്ലിക്കബിൾ ആകുകയല്ല. അടുത്ത സെക്ഷൻ 60. If the debtor does not indicate how the payment is to be applied, the creditor has the discretion to apply it to any lawful debt actually due. ഇതിലല്ലാതെ വേറെ പേയ്മെന്റ് പോലും എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പെൻഡിങ്ങിലേക്ക് വേണമെന്നുണ്ടെങ്കിലും ക്രെഡിറ്റർക്ക് ഇത് ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. ഹി ക്യാൻ അപ്രോപ്രിയേറ്റ് ഇറ്റ് അക്കോർഡിംഗ്ലി ടു ഹിസ് വിഷ്. അത് ഡെപ്റ്റർ ക്ലിയർ ആയിട്ട് ഇന്നതിലേക്ക് പേയ്മെന്റ് അപ്ലൈ ചെയ്യണമെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാത്ത കേസുകൾ. സെക്ഷൻ 61 ആപ്ലിക്കേഷൻ ഓഫ് പേയ്മെന്റ് വെയർ നീദർ പാർട്ടി അപ്രോപ്രിയേറ്റ്സ്. രണ്ടുപേരും ഒന്നും പറയുന്നില്ല. അതായത് ഡെപ്റ്റർക്കും ഒരു തീരുമാനമില്ല, ക്രെഡിറ്റർക്കും ഒരു തീരുമാനമില്ല, കുറെ പൈസ കൊണ്ട് അടച്ചു എന്നുള്ള മാറ്റങ്ങളുണ്ടെങ്കിൽ ദിസ് ഈസ് വെയർ ദ പ്രിൻസിപ്പിൾ ഫ്രം ക്ലേറ്റൺസ് കേസ് ബിക്കംസ് മോസ്റ്റ് റിലവന്റ്. ഈ കേസിലാണ് ഇത് വരുന്നത്. അതായത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നുള്ള വരുന്നത്. ദ പേയ്മെന്റ് ഷാൽ ബി അപ്ലൈഡ് ഇൻ ഓർഡർ ഓഫ് ടൈം ടു ദ ഡെപ്റ്റ്സ് ആക്ച്വലി ഡ്യൂ ആസ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ബേസ്. അതായത് 3 വരുന്നുണ്ട്. ഒന്നില് ഡെപ്റ്റർ പറയുന്നു എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്യണം. ഡെപ്റ്റർ പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ക്രെഡിറ്റർക്ക് ക്രെഡിറ്ററുടെ സൗകര്യം പോലെ പോയി ചെയ്യാം. രണ്ടുപേരും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നുള്ള റൂൾ അനുസരിച്ച് ക്ലേറ്റൺസ് റൂൾ അനുസരിച്ച് അത് അപ്രോപ്രിയേറ്റ് ചെയ്യും. ഇനി ബിൽ ഫൈനാൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ബിൽ ഫൈനാൻസ് എന്താണെന്ന് നോക്കാം. ദ മെത്തേഡ്സ് ഓഫ് ബിൽ ഫൈനാൻസ് ഡിപ്പെൻഡിങ് അപ്പോൺ പേയ്മെന്റ് ഒബ്ലിഗേഷൻസ് ഇൻഗേഡ് ബൈ ദ ബാങ്ക് ആർ ആസ് ഗിവൺ ബിൽ. ബിൽ ഫൈനാൻസിന്റെ പല രീതിയിലുള്ള, അതായത് പല പ്രോഡക്ട്സ് അത് താഴെ പറയുന്നുണ്ട്. ഒന്ന് ബിൽ ഡിസ്കൗണ്ടിങ്. അതായത് യൂഷൻസ് ബിൽസ് ഡ്രോൺ ബൈ ദ ബോറോവർ ഓൺ ദ ബയർ are discounted by the bank and the amount of the bill less discount and charges is paid to the borrower. ഒരു യൂഷൻസ് ബില്ല് ഡ്രോ ചെയ്ത കസ്റ്റമർ, ഒരു ബോറോവർ യൂഷൻസ് ബില്ല് ഡ്രോ ചെയ്ത് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് അത് പർച്ചേസ് ചെയ്യും. എന്നിട്ട് ആ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ഇൻട്രസ്റ്റും അതിന്റെ ചാർജും എല്ലാം കൂടെ കളക്ട് ചെയ്യും. അങ്ങനെ ആദ്യം വേണമെന്നുണ്ടെങ്കിൽ കളക്ട് ചെയ്യാം, അതല്ലെങ്കിൽ റിയലൈസ് ചെയ്യുന്ന സമയത്ത് എത്രയാണെന്ന് പറഞ്ഞാൽ അതനുസരിച്ചും അത് കളക്ട് ചെയ്യാൻ, 2 രീതിയിലും കളക്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അത് ബാങ്ക് എങ്ങനെ തീരുമാനിക്കുന്നു അതിനനുസരിച്ച് ചെയ്യാനും. അതായത് ഈ യൂഷൻസ് ബിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റിയലൈസബിൾ ആഫ്റ്റർ എ സർട്ടൻ പീരീഡ്. ഒരു പീരീഡിന് ശേഷമാണ് ഇത് റിയലൈസ് ആവുന്നത്. അപ്പൊ അത്രയും നാൾ അത് വെയിറ്റ് ചെയ്യേണ്ടി വരും. അതാണ് ബിൽ ഡിസ്കൗണ്ടിങ് ഫെസിലിറ്റി. ബിൽസ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ബിൽസ്. അതായത് ഇപ്പോൾ ഒരു ചെക്ക് കൊണ്ടുവന്നു, ചെക്ക് പർച്ചേസ്, ചെക്ക് കൊണ്ടുവന്നു, ഇറ്റ് ഈസ് ഡോൺ ബൈ ദ ബോറോവർ ഓൺ ദ ബയർ ആർ പർച്ചേസ്ഡ് ബൈ ദ ബാങ്ക് ആൻഡ് ദ എമൗണ്ട് ഓഫ് ദ ബിൽ ലെസ് ബാങ്ക് ചാർജ് ഈസ് പെയ്ഡ് ടു ദ ബോറോവർ. അത് പർച്ചേസ് ചെയ്യാം, കാരണം അത് ഇമ്മീഡിയറ്റ് ആയിട്ട് റിയലൈസ് ചെയ്യാനുള്ളതാണ്. ഓൺ ഡിമാൻഡ് റിയലൈസേഷൻ കിട്ടുന്നതാണ്. അതിനൊരു ടൈം ലിമിറ്റ് ഇല്ല, അല്ലെങ്കിൽ ഒരു പീരീഡ് ഇല്ല. അത് കൊണ്ടുവരുന്ന ടൈം, അതായത് ഡിമാൻഡ് ബിൽസ് ആണ്, ഓൺ ഡിമാൻഡ് ആണ് അതിന് വരുന്നത്. സാധാരണ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ബാങ്കിന്റെ ചെക്ക് DD ഇങ്ങനെയൊക്കെ കൊണ്ടുവരുന്നത് പർച്ചേസ് ചെയ്യുന്നതാണ്. ചെക്ക് പർച്ചേസ് ഒക്കെ CP BDP, അതായത് ബാങ്ക് ഡ്രാഫ്റ്റ്സ് പർച്ചേസ്, ഇതൊക്കെ ഇതിന്റെ കീഴിൽ വരുന്നത്. പിന്നെ അഡ്വാൻസ് അഗൈൻസ്റ്റ് ബിൽസ് ഫോർ കളക്ഷൻ. Instead of extending finance for each individual bill separately, cash credit or overdraft facility against bill under collection is extended. അങ്ങനെ ഒരു ഫെസിലിറ്റി അവരെ എക്സ്റ്റെൻഡ് ചെയ്യും. അതായത് ബിൽ കളക്ഷൻ വരുന്നത്, അതായത് ബില്ല് കളക്ഷൻ ആയിട്ട് വരുന്നുള്ളത് ഇതിലേക്ക് ആഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അതിന്റെ അനുസരിച്ച് ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും. ആ ലിമിറ്റ് വരെ വിഡ്രോ ചെയ്യാം. എന്നിട്ട് ബില്ല് റിയലൈസ് ചെയ്ത് വരുന്നത് ഇതിലേക്ക് ഇത് ക്രെഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഡ്രോയി ബിൽ അക്സെപ്റ്റൻസ് ഫെസിലിറ്റി ഗ്രാൻഡഡ് ടു ദ കസ്റ്റമർ ഫോർ പർച്ചേസ് ഓഫ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. ഗുഡ്സ് ക്രെഡിറ്റ് വാങ്ങിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഫെസിലിറ്റിയാണ്. അതായത് ഒരു ബില്ല് ഡ്രോ ചെയ്യും, ആ ബില്ല് ബാങ്ക് അക്സെപ്റ്റ് ചെയ്യും, എന്നിട്ട് അത് ആ ടൈമിൽ ബില്ല് പ്രസന്റ് ചെയ്യുമ്പോൾ കൊടുക്കാനുള്ള ബാധ്യത ബാങ്കിനുള്ളതാണ്. അത് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ബാങ്ക് വാങ്ങിച്ച് ആ ഡ്രോ ചെയ്താക്കുന്നു കൊടുക്കും. പിന്നെ ബിൽസ് കോ അക്സെപ്റ്റൻസ്. ദിസ് ഇസ് എ നോൺ ഫണ്ട് ബേസ്ഡ് ഫെസിലിറ്റി. This acts as a bank guarantee or letter of credit for the seller providing additional comfort on credit sales. ഇത് ക്രെഡിറ്റ് സെയിൽസ് ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് ചെയ്യുന്നതാണ് അക്സെപ്റ്റ് ചെയ്യുക, ബില്ല് അക്സെപ്റ്റ് ചെയ്യുക. അതായത് എന്താണെന്നുണ്ടെങ്കിലും ബില്ല് അതിന്റെ ഡ്യൂ ഡേറ്റിൽ ഞങ്ങളത് റിയലൈസ് ചെയ്തോളാന്ന് പറഞ്ഞ് ബാങ്ക് ഒരു ഗ്യാരണ്ടി കൊടുക്കുന്നതാണ് ഇത്. അങ്ങനെ 5 രീതിയിലുള്ളതാണ് ബിൽ ഫൈനാൻസ് ഫെസിലിറ്റീസ് ഉള്ളത്. ഒന്ന് ബിൽ ഡിസ്കൗണ്ടിങ്, ബിൽ അത് യൂഷൻസ് ബിൽസിന്റെ കേസിൽ, ബിൽസ് പർച്ചേസ് ഡിമാൻഡ് ബിൽസിന്റെ കേസിൽ,
അഡ്വാൻസ് അഗൈൻസ്റ്റ് ബിൽസ് ഫോർ കളക്ഷന് വരുന്ന ബില്ലുകൾ വെച്ച് ഒരു ലിമിറ്റ് കൊടുക്കുന്നത്, ബിൽ അക്സെപ്റ്റൻസ് ഉണ്ട്, പിന്നെ ബിൽസ് കോ അക്സെപ്റ്റൻസ് ഉണ്ട്. ഇനി ടേം ലോണും ഡിമാൻഡ് ലോണും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. ടേം ഓർ ഡിമാൻഡ് ലോൺ ആർ ഗ്രാൻഡഡ് ഫോർ മീറ്റിംഗ് ദ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നീഡ്സ് ഓഫ് ദ ബിസിനസ് അലൗഡ് ടു ബി റീപെയ്ഡ് ഓവർ എ പീരീഡ് ഓഫ് ഇൻസ്റ്റാൾമെന്റ്സ്. The schedule of repayment is specified in the loan agreement and the sanction letter itself. Demand loans are those which are repayable on demand as per a repayment schedule. Demand loan എന്ന് പറഞ്ഞാൽ ഒരു റീപേബിൾ ഓൺ ഡിമാൻഡ് ആസ് പെർ എ റീപേയ്മെന്റ് ഷെഡ്യൂൾ. ഒരു റീപേയ്മെന്റ് ഷെഡ്യൂൾ ഉണ്ടാകും, അതിന്റെ ബേസിൽ റീപേ ചെയ്യുന്നതാണ് ഡിമാൻഡ് ലോൺ എന്ന് പറയുന്നത്. ടേം ലോൺസ് എന്ന് പറഞ്ഞാൽ ഓൺ ദ ബേസ് ഓഫ് പീരീഡ് ഓഫ് റീപേയ്മെന്റ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3 എണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ടേം ലോണ്, മീഡിയം ടേം ലോണ്, ലോങ് ടേം ലോൺ. അത് അതിന്റെ പീരീഡ് അനുസരിച്ചാണ്. അപ്പൊ ഡിമാൻഡ് ലോൺ എന്ന് പറയുമ്പോൾ ഓൺ ഡിമാൻഡ് ആണ്. ടേം ലോൺ ആകുമ്പോൾ അതിന്റെ ടേം അനുസരിച്ച് ഷോർട്ട് ടേം ആണോ, മീഡിയം ടേം ആണോ, ലോങ് ടേം ആണോ. ഷോർട്ട് ടേം എന്ന് പറഞ്ഞാൽ റീപേബിൾ വിത്തിൻ 1 ഇയർ, ഒരു വർഷത്തിനകത്ത് റീപേ ചെയ്യേണ്ടതാണ് ഷോർട്ട് ടേം ലോൺസ്. ഇത് യൂസ്ഡ് ഫോർ മീറ്റിംഗ് എനി സീസണൽ ഓർ കണ്ടിജന്റ് ഷോർട്ട് ഫാൾ ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻ ദ നേച്ചർ ഓഫ് ഡിമാൻഡ് ലോൺസ്. അതായത് ഇത് സീസണൽ റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ കണ്ടിജന്റ് ഷോർട്ട് ഫാൾ ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻ ദ നേച്ചർ ഓഫ് ഡിമാൻഡ് ലോൺ. അത് ഡിമാൻഡ് ലോണിന്റെ നേച്ചറിൽ തന്നെ വരുന്നതാണ്. വിത്തിൻ 1 ഇയർ റീപേ ചെയ്യേണ്ടതുമാണ്. മീഡിയം ടൈം ലോൺ എന്ന് പറഞ്ഞാൽ എബവ് 1 ഇയർ ആൻഡ് അപ് ടു ആൻഡ് ഇൻക്ലൂസീവ് 5 ഇയേഴ്സ്, 1 കൊല്ലം മുതൽ 5 കൊല്ലം വരെ. ലോങ് ടൈം ലോൺസ് എന്ന് പറഞ്ഞാൽ റീപേബിൾ ഫോർ എ പീരീഡ് എബവ് 5 ഇയേഴ്സ്, 5 കൊല്ലത്തിന് മുകളിലുള്ളത്. അപ്പൊ ഡിമാൻഡ് ലോണായി, ടേം ലോൺസ് ആയി. ടേം ലോൺസിൽ തന്നെ ഷോർട്ട് ടൈം, മീഡിയം ടൈം, ലോങ് ടൈം. ഷോർട്ട് ടൈം എന്ന് പറഞ്ഞാൽ റീപേബിൾ വിത്തിൻ 1 ഇയർ, മീഡിയം ടൈം എന്ന് പറഞ്ഞാൽ 1 മുതൽ 5 വർഷം വരെ, ലോങ് ടൈം മീൻസ് റീപേബിൾ ഫോർ എ പീരീഡ് എബവ് 5 ഇയേഴ്സ്. ഇനി ലോ റിലേറ്റിംഗ് ടു ടേം ലോൺസ്, ടേം ലോൺസിനെ ആയിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ. Term loans are governed by the agreement entered into between the parties which provides for various eventualities and contains details of the loan, repayment or amortization schedule and other obligations of the borrower like payment of interest, cost and expense etc. അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് അനുസരിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇത് ആ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കും. എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് ആണ്. എഗ്രിമെന്റ് entered into between the parties which provides for various eventualities. ബാങ്കും കസ്റ്റമറും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കും. ആ എഗ്രിമെന്റിന്റെ ബേസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ടേം ലോൺ ഇറ്റ് കണ്ടെയ്ൻസ് ഡീറ്റെയിൽസ് ഓഫ് ദ ലോണിന്റെ ഡീറ്റെയിൽസ് എന്തിനു വേണ്ടിയാണ് കൊടുക്കുന്നത്, റീപേയ്മെന്റ് അല്ലെങ്കിൽ അമോർട്ടൈസേഷൻ ഷെഡ്യൂൾ, എങ്ങനെയാണ് ഇത് റീപേ ചെയ്യേണ്ടത്, അതുപോലെ അതർ ഒബ്ലിഗേഷൻസ് ഓഫ് ദ ബോറോവർ ലൈക്ക് പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ്, എത്ര ശതമാനം ഇൻട്രസ്റ്റ് ആണ് കൊടുക്കുന്നത്, പിന്നെ എന്തൊക്കെ കോസ്റ്റ് ഒക്കെയാണ്, എക്സ്പെൻസ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ പരിധിയിലാണ് വരുന്നത്. ഇൻ കേസ് ഓഫ് ടേം ലോൺസ് പീരിയോഡിക്കൽ റീപേയ്മെന്റ് ഇൻ ഇൻസ്റ്റാൾമെന്റ്സ് ഈസ് സ്റ്റിപ്പുലേറ്റഡ്. അതായത് ടേം ലോൺസിന്റെ കാര്യത്തിൽ പീരിയോഡിക്കലി, അതായത് മന്ത്ലി അല്ലെങ്കിൽ ക്വാർട്ടർലി അല്ലെങ്കിൽ ഹാഫ് ഇയർലി അല്ലെങ്കിൽ ഇയർലി ഉള്ള റീപേയ്മെന്റ് ആണ് സ്റ്റിപ്പുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നടക്കാതെ വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇൻ ദി ഇവന്റ് ഓഫ് എ ഡിഫോൾട്ട് ഇൻ പേയ്മെന്റ് ഓഫ് ഇൻസ്റ്റാൾമെന്റ്സ് ദ ബാങ്ക് ക്യാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എ സ്യൂട്ട് ഫോർ റിക്കവറി ഓഫ് ദ അൺപെയ്ഡ് ഇൻസ്റ്റാൾമെന്റ്. അപ്പോൾ ഒരു 60 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പൈസ അടയ്ക്കേണ്ടത് ഒരു ആഫ്റ്റർ 15th ഇൻസ്റ്റാൾമെന്റ് ഇഫ് ഹി ഡിഫോൾട്ട്സ്, ബാങ്ക് ക്യാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എ സ്യൂട്ട് ഫോർ ദ റിക്കവറി. അത് ആ ഇൻസ്റ്റാൾമെന്റ് എത്ര ഇൻസ്റ്റാൾമെന്റ് ഡ്യൂസ് ഉണ്ടോ ആ ഇൻസ്റ്റാൾമെന്റ്, അതായത് എഗ്രിമെന്റ് അനുസരിച്ചാണ്. നേരത്തെ അല്ലെന്നുണ്ടെങ്കിൽ ഈ എഗ്രിമെന്റിൽ മൊത്തം റീകോൾ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മൊത്തം റീകോൾ ചെയ്യാനൊക്കും. അതല്ല, ആ ഇൻസ്റ്റാൾമെന്റ്സുകൾ മാത്രം ഡ്യൂ ആയിട്ടുള്ള ഓവർ ഡ്യൂ ആയിട്ടുള്ള ഇൻസ്റ്റാൾമെന്റ്സുകൾ മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ അത് റീകോൾ ചെയ്യാനൊക്കും. അപ്പൊ ഇതിന്റെ ലിമിറ്റേഷൻ പീരീഡ് ഫോർ ഫയലിംഗ് സ്യൂട്ട് ഇൻ സച്ച് കേസസ് ഈസ് 3 years ഫ്രം ദ ഡേറ്റ് ഓഫ് ഡിഫോൾട്ട് ഓഫ് എ പർട്ടിക്കുലർ ഓർ സ്പെസിഫിക് ഇൻസ്റ്റാൾമെന്റ്. അതായത് ഓരോ ഇൻസ്റ്റാൾമെന്റും ഡ്യൂ ആയതിനു ശേഷം വിത്തിൻ 3 years, 3 years ഫ്രം ദ ഡേറ്റ് ഓഫ് ഡിഫോൾട്ട്. ഡിഫോൾട്ടായി 3 വർഷത്തിനകമാണ് ഇതിന്റെ ഫയലിംഗ് ഓഫ് സ്യൂട്ട് ലിമിറ്റേഷൻ പീരീഡ് വരുന്നത്. ഇനി നോൺ ഫണ്ട് ബേസ്ഡ് ഫെസിലിറ്റീസ്. ഇത് നോൺ ഫണ്ട് ബേസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഇമ്മീഡിയറ്റ് ഔട്ട്ഫ്ലോ, ഫണ്ടിന്റെ ഇമ്മീഡിയറ്റ് ഔട്ട്ഫ്ലോ ഇല്ല എന്നുള്ളത്. The banker undertakes a risk to pay the amounts on happening of a contingency. ഒരു കണ്ടിജൻസി ഉണ്ടാകുന്ന സമയത്ത് അത് പേ ചെയ്തോളാം അല്ലെങ്കിൽ അത് മീറ്റ് ചെയ്തോളാം എന്ന് ബാങ്കർ ഒരു അണ്ടർടേക്കിംഗ് കൊടുക്കുന്നതാണ് ഇത്. അതുകൊണ്ടാണ് ഇതിനെ കണ്ടിജന്റ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അതിനുള്ള എക്സാമ്പിൾ ഒന്ന് ബാങ്ക് ഗ്യാരണ്ടി ഫെസിലിറ്റി.
It is a contract to perform the promise or discharge the liability of a third person in case of his default. ഒരു മൂന്നാമത് ഒരാള് അയാളുടെ എന്തെങ്കിലും എഗ്രി ചെയ്യുന്ന കാര്യങ്ങൾ ഡിഫോൾട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രോമിസ് പെർഫോം ചെയ്യുന്ന ഒരു കോൺട്രാക്ട് ബാങ്ക് ഏറ്റെടുക്കുകയാണ്. അതിനെയാണ് ബാങ്ക് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അപ്പൊ ഈ ബാങ്ക് ഗ്യാരണ്ടിയിൽ 3 പേരുണ്ട്. ദ പേഴ്സൺ ഹു ഗീവ്സ് ദ ഗ്യാരണ്ടി ഈസ് ഷുവർട്ടി. ഈ കേസിൽ ബാങ്ക് ആയിരിക്കും ഷുവർട്ടി. ദ പേഴ്സൺ ഇൻ റെസ്പെക്ട് ഓഫ് ഹൂസ് ഡിഫോൾട്ട് ദ ഗ്യാരണ്ടി ഈസ് ഗിവൺ ഈസ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ. അതായത് ബാങ്കിന്റെ കസ്റ്റമർ ആർക്ക് വേണ്ടിയാണോ ബാങ്ക് ഈ ഗ്യാരണ്ടി അണ്ടർടേക്ക് ചെയ്യുന്നത് ആ ആളാണ്, ആ ആളിനെ പ്രിൻസിപ്പൽ ഡെപ്റ്റർ എന്ന് പറയും. ആൻഡ് ദ പേഴ്സൺ ടു ഹൂം ദ ഗ്യാരണ്ടി ഈസ് ഗിവൺ, ആർക്ക് വേണ്ടിയാണോ അല്ലെങ്കിൽ ആരുടെ ഫേവറബിൾ ആയിട്ടാണോ ഈ ഗ്യാരണ്ടി കൊടുക്കുന്നത് ആ ആളിനെ ക്രെഡിറ്റർ എന്ന് പറയും. ഇപ്പൊ ബാങ്ക് ഗ്യാരണ്ടിയിൽ 3 പേരാണുള്ളത്. ഒന്ന് ഷുവർട്ടി, ഒന്ന് പ്രിൻസിപ്പൽ ഡെപ്റ്റർ, ഒന്ന് ക്രെഡിറ്റർ. These guarantees are broadly divided into performance guarantees and financial guarantee. അതായത് പെർഫോമൻസ് ഗ്യാരണ്ടി ഉണ്ട്, ഫിനാൻഷ്യൽ ഗ്യാരണ്ടി ഉണ്ട്. അതിൽ ചിലതെന്ന് പറഞ്ഞാൽ ഒന്ന് ബിഡ് ബോണ്ട് ഗ്യാരണ്ടി, ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി, അഡ്വാൻസ് പേയ്മെന്റ് ഗ്യാരണ്ടി, റീടെൻഷൻ എമൗണ്ട് ഗ്യാരണ്ടി. അപ്പൊ ഇത് 4 പെർഫോമൻസ് ഗ്യാരണ്ടി അല്ല, ഫിനാൻഷ്യൽ ഗ്യാരണ്ടി. അതായത് ഫൈനാൻസ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളതാണ്. ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ്, ഇൻ കേസ് എന്തെങ്കിലും ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഏണസ്റ്റ് മണി അടയ്ക്കാൻ ഒക്കില്ല, പക്ഷേ അത് എന്തെങ്കിലും ഇഷ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് പേ ചെയ്യും. അല്ലെങ്കിൽ അഡ്വാൻസ് പേയ്മെന്റ് ഗ്യാരണ്ടി, അപ്പൊ ഇത് പലതിനും അഡ്വാൻസ് പേയ്മെന്റ് കൊടുക്കേണ്ടതുണ്ട്. അഡ്വാൻസ് പേയ്മെന്റ് കൊടുക്കാതെ ബാങ്ക് ഒരു ഗ്യാരണ്ടി കൊടുക്കും. ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് ആ എമൗണ്ട് പേ ചെയ്ത് കൊടുക്കണം. ഇത് 4 ഒരേ ടൈപ്പിലുള്ളതാണ്. ബിഡ് ബോണ്ട് ഗ്യാരണ്ടി, ഏണസ്റ്റ് മണി, അഡ്വാൻസ് പേയ്മെന്റ്, റീടെൻഷൻ എമൗണ്ട്. അതായത് ആ എമൗണ്ടിന്റെ രീതി അനുസരിച്ചുള്ളതാണ് ഈ പേര് പറയുന്നത്. ഏണസ്റ്റ് മണിയാണോ, അഡ്വാൻസ് പേയ്മെന്റ് ആണോ, റീടെൻഷൻ എമൗണ്ട് ആണോ എന്നുള്ളതിനനുസരിച്ചാണ്, ആ ടൈപ്പ് അനുസരിച്ചാണ് ആ ഗ്യാരണ്ടി വരുന്നത്. അപ്പൊ ഈ ലാർജ് കോൺട്രാക്ട്സ് ഒക്കെ വരുമ്പോൾ കസ്റ്റമേഴ്സ് ഓൾസോ നീഡ് പെർഫോമൻസ് ഗ്യാരണ്ടീസ് ഫ്രം ബാങ്ക്സ് ആസ് ആൻ അഷുറൻസ് ടു ദ ബയർ അബൌട്ട് സാറ്റിസ്ഫാക്ടറി കംപ്ലീഷൻ ഓഫ് ദ കോൺട്രാക്ട് ബൈ ദ സപ്ലയർ. അതായത് ചില കോൺട്രാക്ട് ഇത്ര നാളിനകം തീർത്തു കൊടുക്കാമെന്ന് പറഞ്ഞു. അതായത് പെർഫോമൻസിനെ ബേസ് ചെയ്ത്, ഒന്ന് ഫിനാൻസിനെ ബേസ് ചെയ്ത് അതാണ് ഫിനാൻസ് ഗ്യാരണ്ടി, രണ്ടാമത്തത് പെർഫോമൻസിനെ ബേസ് ചെയ്ത് ഉള്ള ഗ്യാരണ്ടി അത് കൊടുക്കാറുണ്ട്. അതിനാണ് പെർഫോമൻസ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഇനി വേറെ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഫെസിലിറ്റി. ഇറ്റ് ഈസ് എ റിട്ടേൺ ഇൻസ്ട്രുമെന്റ് ഇഷ്യൂഡ് ബൈ എ ബാങ്കർ അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് എ ബയർ ഇൻ ഫേവർ ഓഫ് ദ സെല്ലർ, undertakes to honor the documents or drafts drawn by the seller in accordance with the terms and conditions specified in the credit within the specified date. അതായത് ലെറ്റർ ഓഫ് എൽ സി ഓപ്പൺ ചെയ്യും. അതായത് ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത്ര നാളിനകത്ത് എന്റെ പൈസ കൊടുത്തോളാം എന്ന് പറഞ്ഞ് കസ്റ്റമർ ഒരു അണ്ടർടേക്കിംഗ് കൊടുക്കും. അതിനെ ബാങ്ക് അതിനെ ഗ്യാരണ്ടി കൊടുക്കുന്നതാണ് ഈ എൽ സി എന്ന് പറയുന്നത്. ദിസ് എനേബിൾസ് ദ ബോറോവർ ടു പർച്ചേസ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഓർ വിത്തൗട്ട് മേക്കിംഗ് ആൻ അഡ്വാൻസ് പേയ്മെന്റ്. ഇത് ക്രെഡിറ്റിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ സഹായിക്കുന്ന ഒരു ഫെസിലിറ്റിയാണ്. അതാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ഇനി അണ്ടർ റൈറ്റിംഗ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി. ഇറ്റ് ഈസ് ദ ഒബ്ലിഗേഷൻ ഓഫ് ദ ബാങ്കർ ടു പ്രൊവൈഡ് ഫണ്ട്സ് or pay in the event of the failure of the borrower to raise money or to repay the money. എന്തെങ്കിലും ഒരാൾ എന്തെങ്കിലും തുക കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് അയാൾ കൊടുക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്താണ് ഈ അണ്ടർ റൈറ്റിംഗും. അല്ലെങ്കിൽ കുറച്ച് തുക, അതായത് ഷെയർ മാർക്കറ്റിൽ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഇത്ര വരെയുള്ള എമൗണ്ട് ഞങ്ങൾ വിറ്റ് തരാം, അല്ലെങ്കിൽ അവര് ഇനിഷ്യലി IPO ഒക്കെ വരുന്ന സമയത്ത് ഇത്ര ക്യാപിറ്റൽ ഇത്രയാണ്, ഇക്വിറ്റി ക്യാപിറ്റൽ ഇത്രയാണ് വരുന്നത്. പക്ഷെ അത് മുഴുവൻ സബ്സ്ക്രൈബ് ചെയ്തു പോയില്ലെന്നുണ്ടെങ്കിൽ അണ്ടർ റൈറ്റ് ചെയ്യും ബാങ്ക്, ഞങ്ങൾ ബാക്കിയുള്ളത് ഞങ്ങൾ എടുത്തോളാം. ഇതിനാണ് അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്നത്. അണ്ടർ റൈറ്റിംഗ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി. പിന്നെ വേറെ ഡെറിവേറ്റീവ് പ്രോഡക്റ്റ് ആണ്. അതായത് ഡെറിവേറ്റീവ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ക്ലയൻസ് ടു എനേബിൾ ദം ടു ഹെഡ്ജ് ദെയർ കറൻസി ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. ആ ഒരു ഹെഡ്ജ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഡെറിവേറ്റീവ് പ്രോഡക്ട്സ്. ഇനി മറ്റു രീതിയിലുള്ള ക്രെഡിറ്റ് ഫെസിലിറ്റീസ്. ബാങ്ക് ഇത് കൂടാതെ തന്നെ ഈ ടേം ലോണ് അല്ലെങ്കിൽ ഫണ്ട് ബേസ്ഡ്, നോൺ ഫണ്ട് ബേസ്ഡ്, ഇതല്ലാതെ തന്നെ മറ്റു രീതിയിലുള്ള കുറെ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്. അതായത് ബാങ്ക് ആൾസോ പ്രൊവൈഡ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ടു ഇൻഡിവിജ്വൽസ് ടു മീറ്റ് വേരിയസ് ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ് ഫോർ ദെയർ പേഴ്സണൽ നീഡ്സ്. വ്യക്തിപരമായ ആവശ്യത്തിലേക്ക് വേണ്ടിയുള്ള, അതായത് പർച്ചേസ് ഓഫ് ഗുഡ്സ്, പർച്ചേസ് ഓഫ് സർവീസസ്, എഡ്യൂക്കേഷൻ എക്സ്പെൻസ്, മെഡിക്കൽ എക്സ്പെൻസ്, ഹൗസിംഗ് നീഡ്സ്, ഹൗസിംഗ് ലോണ്, പർച്ചേസ് ഓഫ് കൺസ്യൂമർ പ്രൊഡക്ട്സ്, കാർ ലോൺ, അങ്ങനെയുള്ളത്, പ്രൊക്യൂറിംഗ് വെഹിക്കിൾസ്, ട്രാവൽ ആൻഡ് ലെഷർ എക്സ്പെൻസസ് എക്സെട്ര. ഇങ്ങനെയുള്ളതിനെ പറയുന്നത് കൺസ്യൂമർ ക്രെഡിറ്റ് എന്നാണ്. കൺസ്യൂമർ ലോൺ അല്ലെങ്കിൽ റീറ്റെയിൽ ലോൺസ് എന്ന് പറയുന്നത് റീറ്റെയിൽ അസറ്റ് ബിസിനസ്. ഇറ്റ് ഹാസ് ബിക്കം വെരി പോപ്പുലർ ദീസ് ഡേയ്സ് ആൻഡ് കോൺട്രിബ്യൂട്ട് സിഗ്നിഫിക്കന്റ്ലി ടു ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ ബാങ്ക്സ് ബിസിനസ്. ഇത് ബാങ്ക് ധാരാളമായിട്ട് ഇറക്കുന്നുണ്ട്. കാരണം ഇത് വ്യക്തികളുടെ വ്യക്തിപരമായ ആവശ്യങ്ങളിലേക്ക് വരുന്നതുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ട്
ഇത് ഈ ഫെസിലിറ്റീസ് ഒക്കെ എടുക്കാൻ വേണ്ടി. നമുക്കറിയാം കാർ ലോണ്, ഹൗസിംഗ് ലോണ്, പിന്നെ മെഡിക്കൽ ലോണ്, പിന്നെ ടൂർ പോകുന്നതിനുള്ള ലോണ്, പിന്നെ എഡ്യൂക്കേഷൻ പർപ്പസിനുള്ള ലോണ്, ഇങ്ങനെയുള്ളതല്ല. ഇതെല്ലാം കൺസ്യൂമർ ക്രെഡിറ്റ് ലോൺ എന്നാണ് പറയുന്നത്, കൺസ്യൂമർ ലോൺ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ റീറ്റെയിൽ അസറ്റ് എന്നും ഇതിന് പറയുന്നുണ്ട്. ഇതാണ് മെയിനായിട്ട് ഉള്ളത് ലോണിനെ സംബന്ധിച്ചുള്ള അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇഫ് യു ഫീൽ ദ കണ്ടന്റ്സ് ആർ റിലവന്റ്, പ്ലീസ് ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് ഓൺ ബാങ്കിങ്. ഒരുപാട് വീഡിയോസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇറക്കുന്നുണ്ട്. ഫ്രീ ഓൺലൈൻ ക്ലാസ്സസ് ആണ്. ഒരു പ്ലാറ്റ്ഫോം, എ പ്ലാറ്റ്ഫോം ടു ഹെൽപ്പ് JIB ആസ്പിരൻസ്, DBF സ്റ്റുഡൻസ്, ഡിപ്ലോമ ഇൻ ബാങ്കിങ് ഫൈനാൻസ് സ്റ്റുഡൻസ്, കൊമേഴ്സ് സ്റ്റുഡൻസ്, കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് പഠിക്കുന്നവർ, ഇവർക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അറിയുന്നവർ, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. പഠിക്കേണ്ടവർക്ക് പഠിക്കാം. ബേസിക് ആയിട്ടുള്ള ബാങ്കിങ് ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് ഏത് സമയത്ത് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാന്നുണ്ടെങ്കിൽ എപ്പോഴും വരുന്നത് നിങ്ങൾക്ക് പഠിക്കാനൊക്കെ. പ്രത്യേകിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആരെങ്കിലും ബാങ്കിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ JIB എഴുതാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. ഇത് കൊമേഴ്സ് സ്റ്റുഡൻസിന് ചെയ്ത് കൊടുക്കുക. അവർക്കും ഇത് വളരെയധികം മെച്ചം ഉണ്ടാക്കും. താങ്ക് യു.